പ്രിയരെ, കേരളത്തിലും ഇന്ത്യയിലും അധികമാരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധ, നമ്മുടെ ഇടവക മധ്യസ്ഥ, തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തൻ്റെ അചഞ്ചലമായ ക്രിസ്തീയ വിശ്വാസത്താൽ ഒരു ജനതയുടെ രക്ഷയ്ക്കായി പരിണമിപ്പിച്ച വിശുദ്ധ ക്ലോത്തിൽഡ. മകളെ ക്ലോത്തിൽഡ, നിന്നെ കാണുമ്പോൾ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സത്യദൈവമായ യേശുവിന് നന്ദി പറയുന്നു. ഈ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. നിങ്ങളുടെ വിശ്വാസ ജീവിതം കണ്ടല്ലേ എൻ്റെ സഹോദരി സമർപ്പിത ജീവിതത്തിൽ പോയത്? അതെ മകളെ, നമ്മുടെ ജീവിതം നമ്മുടേതല്ല, മറിച്ച് നമ്മുടെ യേശുവിന് തിരികെ നൽകാനുള്ള സമ്മാനമാണ്. അതേ അമ്മേ, ജീവിതത്തിലെ ഏതവസ്ഥയിലും ഞാൻ കത്തോലിക്ക വിശ്വാസം മുറുകെ പിടിക്കും. ഷിൽഫ്രിക് രാജാവേ, അങ്ങേക്ക് എന്താണ് ഇത്ര പരിഭ്രമം? എൻ്റെ സഹോദരൻ ഗോണ്ടേബാദ് എന്നെയും ഇളയ സഹോദരൻ ഗോണ്ടേമാരനെയും വധിച്ച് നമ്മുടെ രാജ്യം കൈവശമാക്കാൻ ശ്രമിക്കുന്നു. എന്ത്? നിങ്ങളുടെ സഹോദരൻ നമ്മെ വധിക്കുമെന്നോ? ആര്യവംശത്തിൽ വിശ്വസിക്കുന്ന ഗോണ്ടേബാദ് കത്തോലിക്ക വിശ്വാസിയായ നമ്മളോടും സഹോദരനോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നു. മകളെ, ജീവൻ പോയാലും കത്തോലിക്ക വിശ്വാസം കൈവിടരുതേ. തുടർന്ന് കൊത്തിൽഡയുടെ മാതാപിതാക്കളെ ഗോണ്ടേബാദ് വധിച്ചു. കൊത്തിൽഡ ഇളയപ്പനായ ഗോണ്ടഗിസിലിന്റെ രാജകൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. റെഗിമസ് പിതാവേ, ഫ്രാങ്ക് രാജാവ് ക്ലോവിസിൽ നിന്നുള്ള ഒരു സന്ദേശം അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് സൗഹൃദപരമായ സന്ദേശമായിരിക്കുമല്ലോ. തീർച്ചയായും ക്ലോത്തിൽഡ. ക്ലോവിസ് രാജാവ് ക്ലോത്തിൽഡയുടെ കരം പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? പേഗൻ രാജാവ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു? പിതാവേ, കത്തോലിക്ക വിശ്വാസിയായ ഞാൻ ഡോണാറിനെ ആരാധിക്കുന്ന പേഗൻ രാജാവിനെ വിവാഹം കഴിക്കണമെന്നോ? എന്നെ സംബന്ധിച്ച് ക്ലോവിസ് രാജാവ് കത്തോലിക്ക സഭയ്ക്ക് എതിരല്ല. ചിതറിക്കിടക്കുന്ന ഫ്രാങ്ക് രാജ്യങ്ങളുടെ ഐക്യമാണ് ക്ലോവിസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്ന ബർഗണ്ടി, ഫ്രാങ്ക് രാജ്യങ്ങൾ ഒരിക്കൽ പേഗൻ വിശ്വാസികളായിരുന്നു. സത്യദൈവമാരെന്ന് മനസ്സിലാക്കിയ നാം കത്തോലിക്ക വിശ്വാസികളായി. അതുപോലെ സത്യം തിരിച്ചറിഞ്ഞ് ക്ലോവിസും ഫ്രാങ്ക് രാജ്യങ്ങളും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാം. അതിന് ഈ വിവാഹം ഒരു നിമിത്തമായിരിക്കും. ദൈവഹിതമെങ്കിൽ അങ്ങനെയാകട്ടെ പിതാവേ. ദൈവനിശ്ചയം പോലെ ക്ലോവീസ് കൊത്തിൽഡയെ വിവാഹം ചെയ്തു. തൻ്റെ വിശ്വാസത്തിൽ തുടരുവാൻ രാജാവ് അനുവദിച്ചുവെങ്കിലും പേഗൻ ദൈവമായ ഡോണാർ വിശ്വാസത്തിൽ തന്നെ ക്ലോവീസ് ഉറച്ചു നിന്നു. കൊട്ടാര മേധാവിയായിരുന്ന പേഗൻ വിശ്വാസി ഓറിക് ക്ലോവീസ് രാജാവിനെ പേഗൻ വിശ്വാസത്തിൽ തുടരുവാൻ സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. കൊത്തിൽഡയുടെ വിശ്വാസ ജീവിതത്തിന് ഓറിക് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. അല്ലയോ ക്ലോവിസ് രാജാവേ, നമ്മുടെ കൊട്ടാരത്തിലെ ചിട്ടവട്ടങ്ങളെല്ലാം അല്പം ക്രിസ്തീയമായി തുടങ്ങിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താണ് ഓരിക് അങ്ങനെ ചിന്തിക്കാൻ ഇടയാക്കിയത്? അങ്ങയുടെ സുന്ദരിയായ ഭാര്യ വന്നതിന് ശേഷം ഇവിടെ ചില പുതിയ ആചാരങ്ങൾ നടക്കുന്നു. ഓരിക്കിനെ പേടിപ്പിക്കുന്ന പുതിയ ആചാരങ്ങൾ എന്താണ്? അത് കണ്ടില്ലേ? ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയും റാണിയുടെ സ്തുതി പ്രാർത്ഥനയും
എനിക്ക് അല്പം വ്യത്യസ്തമായി തോന്നുന്നു. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആചാരങ്ങൾ ക്ലോത്തിൽഡയ്ക്ക് ഇഷ്ടമെങ്കിൽ അത് തടയേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആചാരങ്ങൾ നമ്മെ വലിയ മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. എന്തോ ഓരിക്, തനിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ലേ. ഞാനും എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ക്ലോവിസ്, ഇന്നലെ ഞാൻ വായിച്ച വേദപുസ്തക ഭാഗം അങ്ങ് ഓർക്കുന്നുവോ? അതെ, എന്തോ വെള്ളവും ആത്മാവിനെ കുറിച്ചുമല്ലേ? അതെ, 3 മാസങ്ങൾക്ക് ശേഷം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജലത്താലും ആത്മാവാലും മാമോദീസ നൽകണം. ജനിക്കുന്നത് മകനാണെങ്കിൽ അവന് ഇഗ്മാർ എന്ന് പേരിടണം. ഡോണാർ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയും നടത്തണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകിയില്ലെങ്കിൽ അത് എനിക്ക് വലിയ മനക്ലേശത്തിന് ഇടയാക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ ആഗ്രഹത്തിന് വഴങ്ങുന്നു. ദൈവത്തിന് സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇംഗിമീർ ജ്ഞാനസ്നാനം നൽകപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാൻ ഇംഗിമീറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരേക്, ഈ സന്തോഷം 3 ദിവസം നീണ്ടു നിൽക്കട്ടെ. ഡോണാറിന് വേണ്ടി ബലി തുടരട്ടെ. യേശുവേ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇംഗുമീറിന്റെ ജ്ഞാനസ്നാനം എന്നിൽ പ്രത്യാശയുടെ കിരണങ്ങൾ തെളിക്കുന്നു. പക്ഷെ കൊത്തിൽഡയുടെ ഈ സന്തോഷം അധിക നാൾ നിലനിന്നില്ല. കൊത്തിൽഡ ഒരു വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. റാണി, ഇംഗിമീർ പാല് കുടിക്കുന്നില്ലല്ലോ. ഇതൊരു നിസ്സാര കാര്യമാണ്. ചെറിയൊരു പനി മാത്രം. കൊച്ചിനെ ശാന്തമായി ഉറങ്ങാൻ അനുവദിക്കൂ. എല്ലാം ശരിയായിക്കൊള്ളും. റാണി, ക്ലോവിസ് രാജാവ് വേട്ടയ്ക്ക് പോകാൻ തയ്യാറായി. അങ്ങ് തയ്യാറായോ എന്ന് അന്വേഷിച്ചു. ഞാൻ പോകണോ? റാണി, ഇതിൽ പരിഭ്രമിക്കാൻ ഒന്നുമില്ല. റാണി രാജാവിൻ്റെ കൂടെ സമാധാനത്തിൽ പോകൂ. രാജാവേ, എന്താ ഓറിക്? ഒന്ന് ഇങ്ങ് വരൂ. എന്തു പറ്റി? ക്ലോത്തിൽഡ, ഒരു ദുഃഖ സന്ദേശം. എന്താ ഇംഗിമീർ? നമ്മൾ ഉടനെ കൊട്ടാരത്തിലേക്ക് തിരിക്കണം. പറയൂ. ഇംഗിമീർ മരിച്ചു. എന്റെ തെറ്റ്. ഇംഗിമീറിനെ തനിച്ചാക്കിയല്ലോ ഞാൻ. അല്ല, ഞാനാണ് കുറ്റക്കാരൻ. എന്റെ മകനെ ഡോണാറിനെ സമർപ്പിച്ച് നാമകരണം ചെയ്തിരുന്നുവെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. അത് ദൈവനിശ്ചയമാണ്. ക്ലോത്തിൽഡ, ഇതാണോ നിന്റെ സത്യദൈവം? ദയാലുവും നീതിനിഷ്ഠനുമായ ദൈവമെന്ന് നീ പറയുന്നത്? ഡോണാറിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ. അങ്ങനെ പറയരുത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മുടെ മകൻ പാപരഹിതനായി സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണും. ദുഃഖാർദ്രരായ ക്ലോവീസിൻ്റെയും കൊത്തിൽഡായുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർക്ക് വീണ്ടും ഒരു മകൻ ജനിച്ചു. ക്ലോവീസിനെ അനുനയിപ്പിച്ച ക്ലോത്തിൽഡ ആ കുഞ്ഞിനും ജ്ഞാനസ്നാനം നൽകി. സന്തോഷപൂർവ്വമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തരായ അലമേനിയർ ഫ്രാങ്ക് രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓറിക്, യുദ്ധസന്നാഹം എല്ലാം പൂർത്തിയായോ? എന്റെ വാളും പരിചയം കൊണ്ടുവരൂ. നാം യുദ്ധത്തിന് പുറപ്പെടുന്നു. ക്ലോത്തിൽഡ, നമ്മുടെ മകൻ ക്ലോഡിമർ ആയിരിക്കണം അടുത്ത രാജാവ്.
അങ്ങ് ഈ യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു വരും. നാം ഈ യുദ്ധത്തിൽ തോറ്റാൽ ഫ്രാങ്ക് രാജ്യം മുഴുവൻ അൽമേനിയരുടെ അടിമകളാകും. അങ്ങ് ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തോടെ വിളിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല. യുദ്ധകാലത്തിൽ ഫ്രാങ്ക് സൈന്യം പിൻവാങ്ങുന്നു. ഓറിക്, സൈന്യാധിപനെ വിളിക്കൂ. ഡോണാറിന് ദഹന ബലി കൊടുക്കൂ. ഇതാ നമ്മൾ തോൽക്കുന്നു. യേശുക്രിസ്തുവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, ഞാൻ കേണപേക്ഷിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ ക്ലോവിസ്, ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കും. ക്ലോവിസ് രാജാവേ, നമ്മുടെ സൈന്യം പുതുജീവൻ വീണ്ടെടുത്ത് മുന്നേറുന്നു. നമ്മൾ വിജയിച്ചു. ക്ലോവിസ്, എന്റെ നാഥ, ഞാൻ യുദ്ധം വിജയിച്ചു. യേശു ക്രിസ്തു എന്നെ വിജയിപ്പിച്ചു. ഞാൻ നിന്റെ ദൈവത്തിൽ അഭയം പ്രാപിച്ചു. ഞാൻ മാമോദിസ സ്വീകരിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. ദൈവത്തിന് മഹത്വം. പക്ഷേ എൻ്റെ പ്രജകൾ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങ് പ്രജകളെ അഭിസംബോധനം ചെയ്താലും എന്താണ് പുറത്തൊരു ആരവം? രാജാവേ, ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബിഷപ്പ് റെഗമസ് പ്രഘോഷണം ചെയ്യുന്ന ദൈവമായ ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം എന്ന്. വിശുദ്ധയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന അചഞ്ചലമായ വിശ്വാസം എന്ന പുണ്യം സ്വായത്തമാക്കി നല്ലൊരു ഇടവക സമൂഹമായി വിശുദ്ധ ക്ലൊത്തിൽദായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.